പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 11-ാം അധ്യായം 21-ാം വാക്യം. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ. വലിയൊരു കൂട്ടം അന്ത്യോക്യയിൽ കർത്താവിങ്കലേക്ക് തിരിയുന്നു. ഹല്ലേലൂയ. അന്ത്യോക്യയിൽ ഒരു ഉണർവ് സംഭവിച്ച് അന്ത്യോക്യയിൽ ദൈവത്തിൻ്റെ വചനം പരക്കുവാൻ ഹല്ലേലൂയ അത് മുഖാന്തരമായി തീർന്നു. കർത്താവിൻ്റെ കൈ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് വലിയ അത്ഭുതങ്ങൾക്ക്, അടയാളങ്ങൾക്ക് മുഖാന്തരമായി തീരും. ശിഷ്യന്മാർ ഇതാ ചിതറിപ്പോയ സമയത്ത് സ്തേഫാനോസിനെ കൊല്ലപ്പെട്ട് സഭയ്ക്ക് നേരെ പീഡയുണ്ടായപ്പോൾ ദൈവസഭ അവിടം കൊണ്ട് നിന്നില്ല. ദൈവസഭയ്ക്കകത്ത് പുതിയ ഉണർവിനെ ദൈവം കൊടുത്തു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും നാം പ്രാർത്ഥിക്കുമോ? ആര് കൂടെയില്ലെങ്കിലും, ആരും സഹായിപ്പാനില്ലെങ്കിലും, ഹല്ലേലൂയ, ഒരു കൈത്താങ്ങലിന് വേണ്ടി ആരും കൂടെയില്ലെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? ദൈവത്തിൻ്റെ കൈയുണ്ടോ? നിശ്ചയമായി അത് നമ്മെ ജയോത്സവമാക്കി നടത്തും. കർത്താവിൻ്റെ വലങ്കൈ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മെ ജയത്തോടെ നടത്തും. കോരശിനോട് ദൈവം പറയുന്നത്, കോരശേ, നീ എൻ്റെ ഇടയനാ. ഹല്ലേലൂയ, ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ വലങ്കൈ നിന്നെ താങ്ങി നിന്നെ ബലപ്പെടുത്തും. എൻ്റെ കൈ നിൻ്റെ കൂടെയുള്ളപ്പോൾ നിന്റെ മുമ്പിൽ താമ്രവാതിലുകൾ, ഇരുമ്പോടാമ്പലുകൾ തുറക്കപ്പെടും. നിന്റെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന ഗുപ്തനിധികളെ ഞാൻ നിനക്ക് വേണ്ടി തരും. കർത്താവിൻ്റെ കൈ കൂടെയുണ്ടോ? കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും നാം ഭയപ്പെടേണ്ടതില്ലെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതാ അപ്പസ്തോല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് ഉപദ്രവമുണ്ടായി, ചിതറിപ്പോയി. ഹല്ലേലൂയ. അവർ വചനം മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധിയിലൂടെ പോയി. എന്നാൽ 21-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവിൻ്റെ കൈ ചിതറിപ്പോയവരുടെ കൂടെയുണ്ട്. ഇന്ന് രാവിലെയും ജീവിതത്തിൻ്റെ ചിതറലിൻ്റെ അനുഭവത്തിലൂടെ, പ്രതിസന്ധിയുടെ അനുഭവത്തിലൂടെ, പ്രതികൂലത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിന്നെ താങ്ങുന്ന ഒരു കരം നിൻ്റെ കൂടെയുണ്ട്. ഇന്ന് രാവിലെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ജീവിതത്തിൽ കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കരം അതിന്നും മതിയായതത്രേ, ഇന്നും മാറാത്തതത്രേ. നമ്മെ താങ്ങുന്ന, നമ്മെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ വലിയ ഉണർവ് സംഭവിക്കും. ഇതാ അന്ത്യോക്യയിൽ ദൈവസഭയ്ക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ദൈവസഭയിൽ അനേകർ കൂടി വന്നു. ദൈവസഭയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. എന്താ കാര്യം? ഒന്ന്, കർത്താവിൻ്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും, ദൈവമേ, എനിക്ക് അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കുന്നത് അനുഭവിക്കുവാൻ കൃപ നൽകണം. അങ്ങയുടെ കരം, ഹല്ലേലൂയ, അത്ഭുതം പ്രവർത്തിക്കുന്ന, വീര്യം പ്രവർത്തിക്കുന്ന ആ കരത്തിൻ്റെ പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ ഒന്ന് കാണണം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിശ്ചയമായി ദൈവ കരത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റും. 2, ദൈവസഭ എന്താ ചെയ്തത്? അവർ പോയ വഴികളിലൊക്കെയും കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. 20-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. ആ കൂട്ടത്തിൽ, ചിതറിപ്പോയതിൻ്റെ കൂട്ടത്തിൽ കുപ്രോസുകാരുണ്ട്, കുറേനക്കാരുണ്ട്. ഹല്ലേലൂയ. അവരെല്ലാവർക്കും ഒറ്റ ഹല്ലേലൂയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ വചനം പറയുക. അവർ അന്ത്യോക്യയിൽ എത്തിയപ്പോൾ അവിടുത്തെ യവനന്മാരോട് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവർ ദൈവവചനത്തെ ഉയർത്തി. പ്രിയരെ, നാം ഇവിടെ പോയാലും ഒറ്റ വാക്കേ നമ്മുടെ വായിൽ നിന്ന് വരാവൂ, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പ്രകാരം, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി എൻ്റെ രാജാവിന് വേണ്ടിയുള്ളതാ. അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ട കൃതികൾ, നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ട സംസാരങ്ങൾ, നിങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം കർത്താവിനെ കുറിച്ചായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഉണർവ് വ്യാപരിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവ മഹത്വം വെളിപ്പെടും. അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് തിരിയാൻ അതാ കാരണമായത്. 2, ഹല്ലേലൂയ, കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു. 3-ാമത്തെ കാര്യം ഇതാ, ഹല്ലേലൂയ, ആ ദേശത്ത് അവർ വചനം പറഞ്ഞപ്പോൾ അവരെ താങ്ങാൻ, അവരെ ബലപ്പെടുത്താൻ ദൈവം ചിലരെ അയച്ചു. ചില ബർന്നബാസിനെ അയച്ചു. പ്രിയരെ,
നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി വാ തുറക്കുമ്പോൾ നിങ്ങളെ സഹായിപ്പാൻ ദൈവദൂതന്മാരെ അയക്കും. ബർന്നബാസ് മാത്രമല്ല, തിരുവചനം പറയുന്നു ചില പൗലോസുമാരും അവിടേക്ക് കടന്നു വന്നു. ബർന്നബാസ് പോയി പൗലോസിനെ കൂട്ടിക്കൊണ്ടുവന്നു. ബർന്നബാസ് മാത്രമല്ല, ഈ സഭയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് തമ്പുരാനൊരു വിചാരമുള്ളത് കൊണ്ട് അവൻ ബർന്നബാസിനെ അവിടെ അയച്ചു. തീർന്നില്ല, ബർന്നബാസിനോട് ചേരുവാൻ ഒരു പൗലോസിനെ അയച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങളെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുകൊണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ ആത്മാവിലൊന്ന് ബലപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ചില ബർന്നബാസുമാരെയും ചില പൗലോസുമാരെയും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയക്കുമാറാകട്ടെ, നിങ്ങളുടെ ഓഫീസിലേക്ക് അയക്കുമാറാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് അയക്കുമാറാകട്ടെ. അന്ത്യോക്യയിൽ അങ്ങനെ പലരും യേശുവിനെ അറിയാൻ ഇടവന്നു. നിങ്ങളുടെ വീട്ടിനകത്ത് അങ്ങനത്തെ ഉണർവ് സംഭവിക്കട്ടെ. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ചർച്ചിനകത്ത്, നിങ്ങളായിരിക്കുന്ന സൊസൈറ്റിക്കകത്ത് ഇങ്ങനത്തെ ഉണർവുകളെ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുമാറാകട്ടെ. കാരണം എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു വിചാരമുണ്ട്. അവൻ്റെ ഹൃദയത്തിൻ്റെ വിചാരം നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അന്ത്യോക്യ പട്ടണത്തെക്കുറിച്ച് തമ്പുരാൻ്റെ ഹൃദയത്തിലൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദേശത്ത് അങ്ങനൊരു ഉണർവ് സംഭവിച്ചത്. ഇന്ന് പകൽക്കാലവും നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് യാദൃച്ഛികമല്ല. ഈ വചനം കേൾക്കുന്നത് ചുമ്മാതല്ല. ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ട്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീട്ടിനകത്ത് ഈ വചനം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ശബ്ദം അടിയൻ്റെ വായിലൂടെ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ നിശ്ചയമായി നിങ്ങളുടെ വീട്ടിനകത്തൊരു ഉണർവുണ്ടാക്കും. നല്ല പിതാവേ, ഇന്ന് രാവിലെ അങ്ങയുടെ ദാസൻ എന്ന അവകാശത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇവരുടെ കാതിൽ കേൾക്കുമ്പോൾ, ഇവരുടെ വീട്ടിൽ കേൾക്കുമ്പോൾ, ഇവരുടെ ഓഫീസിൽ കേൾക്കുമ്പോൾ, ഇവരുടെ സ്കൂളിൽ കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കണം. അന്ത്യോക്യയിൽ ഉണർവ് കൊണ്ടുവന്ന് അന്ത്യോക്യയുടെ പേര് മാറ്റി ക്രിസ്ത്യാനികളുടെ നഗരമെന്നാക്കി മാറ്റിയെങ്കിൽ ഇന്ന് രാവിലെ ഇവരുടെ ഭവനത്തെ അനുഗ്രഹിക്കണം, ഇവരുടെ ജോലിയെ അനുഗ്രഹിക്കണം, ഇവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ മഹത്വം ഇവരിലൂടെ വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.